ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. അവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പോള ഉണ്ടാക്കിയാലോ? അതും എളുപ്പത്തിൽ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും, പിന്നെ ഇപ്പം നോമ്പൊക്കെ അല്ലേ, നോമ്പിനെ കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു പോളയാട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം മുറിക്കാത്ത ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുട്ട, പിന്നെ ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുറിച്ച ബ്രെഡാണെങ്കിൽ ഒരു 4 പീസ് എടുത്തോളൂ കേട്ടോ. അപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുക്കുക, അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക, പിന്നെ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ബ്രെഡ് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് കട്ട് ചെയ്ത് കൈ കൊണ്ട് പിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുറിച്ച ബ്രെഡാണെങ്കിൽ 4 പീസ് എടുത്തോളൂ കേട്ടോ. അതിൻ്റെ അറ്റത്തൊക്കെ ആ ബ്രൗൺ ഉണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, അങ്ങ് മുറിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു നേന്ത്രപ്പഴം കൂടി കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇത്രേ പണിയുള്ളൂ കേട്ടോ. ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുക, ഒന്ന് ചൂടാക്കി എടുക്കുക ആ പാൻ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് റെഡിയാക്കുന്നത് അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ ബാറ്റർ കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും റേസിൻസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ വെച്ചാൽ മതി. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ റെഡിയായി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. അങ്ങനെ നട്ട്സും റേസിൻസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു. ഇനി ഇത് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കുക. ചെറിയ തീയിൽ തന്നെ വെക്കണേ. അടിയിൽ ഒരു പാന് വെക്കാനും മറന്നു പോരുത്, അതൊന്ന് ചൂടായിട്ട് വരണം കേട്ടോ ആ പാന്. അതിന് ശേഷം നമ്മൾ വേറൊരു പാന് വെച്ചിട്ട് അതിലേക്കാണ് ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്, നെയ്യ് തടവിയ പാത്രത്തിൽ കേട്ടോ. അപ്പോൾ ഞാനിതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ നല്ലോണമൊക്കെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുകൾ ഭാഗം ഒന്ന് റെഡി ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെച്ച ദോശക്കല്ലുണ്ടല്ലോ, അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ മുകൾ ഭാഗം കൂടി റെഡി ആയിട്ട് വരും. അതും ഒരു ചെറിയ തീ തന്നെ റെഡിയാക്കി എടുക്കണേ. അങ്ങനെ 2 സൈഡായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡും പഴമൊക്കെ വെച്ചിട്ടുള്ള പോള റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചൂടോടുകൂടി തന്നെ കേട്ടോ കട്ട് ചെയ്യുന്നത്, തണിയാനൊന്നും മാറ്റി വെച്ചിട്ടില്ല. ഇപ്പം തന്നെ ഇതിൽ നല്ലോണം ഇങ്ങനെ പുകയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഇപ്പം നോമ്പിൻ്റെ ടൈമാണല്ലോ, എളുപ്പത്തിലൊരു പലഹാരമല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുക ഉണ്ടാക്കാൻ. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പോളയാട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.